ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷിനെ പറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അതിനായി ഒരു കടായിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് കിഴങ്ങ് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാരറ്റ് കൂടി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഒന്നും കൂടെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില 1 ടീസ്പൂൺ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചീസ് 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡൊന്ന് വെന്ത് വന്നതിന് ശേഷം തിരിച്ചിട്ട് മറു സൈഡും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.